ഹലോ എവരിവൺ. വലിയൊരു ഞെട്ടലേറിയ വാർത്തയാണ്. ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞു. അതിൻ്റെ എല്ലാ തെളിവും ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. ആദ്യം ഒരു കാര്യം പറയുകയാണ്, ഏറ്റവും ആദ്യം ഈ വാർത്ത പുറത്തു വിടുന്നത് ഞാനാണ്. എൻ്റെ ചാനൽ വഴിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എല്ലാ ചാനലും ഈ ഒരു വാർത്ത കൊടുക്കും, അത് ഉറപ്പാണ്. ഓക്കെ, ചെറിയൊരു സ്ക്രീൻ റെക്കോർഡ് ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. ക്ലിയറായി കൃത്യമായി നിങ്ങൾ കാണണം. ഓക്കെ, എന്താണ് ആ സ്ക്രീൻ റെക്കോർഡ്? ജാസ്മിൻ ഗബ്രിയെ അൺഫോളോ ചെയ്തു എന്ന മഹത്തായ ഒരു വാർത്തയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ക്ലിയറായി കാണിച്ചു തരാം. നോക്കൂ, 38 പേരെയാണ് ജാസ്മിൻ ഇവിടെ ഫോളോ ചെയ്തത്. ഈ 38-ൽ ഗബ്രി ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഉണ്ടായതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ ഗബ്രി ഉണ്ടായതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്കൂ, ഒന്നൊന്നായിട്ട് നിങ്ങൾ നോക്കൂ. ഗബ്രിയുടെ പേര് എവിടെയെങ്കിലും വരുന്നുണ്ടോയെന്ന് ഇല്ല. കണ്ടല്ലോ നിങ്ങൾ. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ജാസ്മിൻ്റെ പ്രൊഫൈൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജാസ്മിൻ ഗബ്രിയെ ഫോളോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പൊന്നുമക്കളെ, ജാസ്മിനും ഗബ്രിയും പിരിയാൻ എന്താണ് കാരണമെന്ന് ക്ലിയർ ആയിട്ട് ജാസ്മിനും പറഞ്ഞിട്ടില്ല, ഗബ്രിയും പറഞ്ഞിട്ടില്ല. ജാസ്മിൻ പറയാത്തതിൻ്റെ കാരണം അഫ്സൽ എന്ത് വിചാരിക്കും? നമുക്കെല്ലാവർക്കും അറിയാം, ജാസ്മിൻ എൻഗേജ്മെൻ്റ് ആയ സമയത്താണ് ബിഗ് ബോസിലേക്ക് പോയത്. ബിഗ് ബോസിൽ നിന്നാണ് ഗബ്രി എന്ന പയ്യനെ പരിചയപ്പെടുന്നതും പിന്നീട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനും മേലെ ബെസ്റ്റി ആവുന്നു. പിന്നെ എന്താണ് പറയേണ്ടത്, വലിയ ഒരു റിലേഷൻ ആവുകയും ഗബ്രിയുടെ ഒപ്പം ജാസ്മിൻ എല്ലാ ദിവസവും യാത്ര ചെയ്ത് ഹോട്ടൽ മുറിയിലൊക്കെ താമസിക്കുന്നതൊക്കെ നിങ്ങളും കണ്ടതാണ്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഒരു സുപ്രഭാതത്തിൽ ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ അഫ്സൽ എന്ന പയ്യനായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതൊന്നും ആരിലേക്കും എത്തിക്കാതെ ഞങ്ങൾ തന്നെ മനസ്സിനുള്ളിൽ ഒതുക്കാൻ വെച്ച ഒരു പ്ലാനാണ് ജാസ്മിൻ്റെ. ജാസ്മിൻ ഈ അടുത്തായിട്ട്, അതായത് 1 മാസത്തോളമായി ഗബ്രിക്കൊപ്പം വീഡിയോ ഇടാത്തത്. ഈ അടുത്ത് ജാസ്മിൻ ഒരു ട്രിപ്പ് പോവുകയാണ്. ആ ട്രിപ്പ് ഞാൻ വിശദമായി നോക്കിയപ്പോഴാണ് ജാസ്മിൻ്റെ മുഖത്ത് എനിക്ക് വലിയൊരു ടെൻഷൻ എനിക്ക് പേഴ്സണലി കാണാൻ പറ്റിയത്. അതായത് ജാസ്മിനും ഫാമിലിയും ട്രിപ്പ് പോകുന്നുണ്ട് ഫാമിലി ആയിട്ട്. അതിൽ ജാസ്മിൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് കേൾക്കണം. ഓക്കെ, ആ കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ഒന്നും കൂടി ഉറപ്പാവും. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം വ്ലോഗ് എടുക്കുകയാണ് ഗൈസ്. എന്റെ കമന്റ് ബോക്സിനകത്ത് കുറെ നിറച്ചും കമന്റ്സ് ആണ്, എന്താണ് വ്ലോഗ് എടുക്കാത്തത്, എന്താണ് ഇപ്പൊ വ്ലോഗ് ചെയ്യാത്തത്, വ്ലോഗ് ഒക്കെ നിർത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. വ്ലോഗ് ഒന്നും നിർത്തിയില്ല, ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായി. കേട്ടോളൂ നിങ്ങൾ, ജാസ്മിൻ പറയുന്നത് ചെറിയ ബ്രേക്ക് എന്നാണ്. ജാസ്മിനെ, ഇത് ചെറിയ ബ്രേക്ക് അല്ല, വലിയൊരു ബ്രേക്കാണ് പൊന്നുമക്കളെ. ഞാനൊരു കാര്യം പറയുകയാണ്, ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം. ഈ വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം വിശദമായി ഞാൻ ചർച്ച ചെയ്യാം. ഓക്കെ, അറിയില്ല, അങ്ങനെ കുറച്ച് നാള് ഞാൻ വിഷമത്തിലൊന്നും ആയിരുന്നില്ല. കുറച്ചു നേരം ഞാൻ അനങ്ങാതിരിക്കുകയായിരുന്നു ഗൈസ്. ഞാൻ അനങ്ങിയ ഇനിയും പ്രശ്നം ഉണ്ടാവുന്നുള്ള ഭയത്തിൽ. പൊന്നുമക്കളെ, ജാസ്മിൻ ക്ലിയർ ആയി പറയുന്നുണ്ട്, ഞാൻ നല്ല വിഷമത്തിലായിരുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ വിഷമത്തിലല്ല. എന്താണ്, ഞാൻ പേഴ്സണലി ജാസ്മിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാനുള്ള കാരണം എന്താണ്? ബിഗ് ബോസ് വിളിച്ചിട്ടും സ്പെഷ്യൽ ഗസ്റ്റായി എന്തുകൊണ്ട് ജാസ്മിനും ഗബ്രിയും പോയിട്ടില്ല എന്ന് ഞാൻ തിങ്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ജസ്റ്റ് നോക്കിയത്. അപ്പോൾ ജാസ്മിൻ ഗബ്രിയെ അൺഫോളോ ചെയ്തത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത്. ഓക്കെ, അതായത് ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അതായത് ജാസ്മിനെയും ഗബ്രിയെയും ബിഗ് ബോസ് വിളിച്ച ചെറിയൊരു വീഡിയോ ക്ലിപ്പ്. ബിഗ് ബോസിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഒരു അവസരം കിട്ടണ പോവോ? പോയില്ല. നിങ്ങൾ കണ്ടല്ലോ, അതായത് ജാസ്മിനെയും ഗബ്രിയെയും ബിഗ് ബോസ് വിളിച്ചതാണ് സ്പെഷ്യൽ ഗസ്റ്റായി. സിയാസ് കരീമിനും ആ ചേച്ചിക്കും പകരം ജാസ്മിനും ഗബ്രിയുമാണ് അവിടെ പോവേണ്ടത്. ഇവർ പോവാത്തതിൻ്റെ കാരണം ഞാൻ തിരഞ്ഞപ്പോഴാണ് എനിക്ക് വലിയൊരു സത്യം അറിഞ്ഞത്. ഈ വീഡിയോ ജാസ്മിൻ കണ്ടു കഴിഞ്ഞാൽ ജാസ്മിൻ രംഗത്ത് വരും, ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടില്ല, അങ്ങനെയൊക്കെ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ എന്തുകൊണ്ട് നീ ഗബ്രിയെ അൺഫോളോ ചെയ്തു, അതിൻ്റെ ഉത്തരം നീ പറയണം. എന്തുകൊണ്ട് നീയും ഗബ്രിയും ബിഗ് ബോസ് വിളിച്ചിട്ടും ബിഗ് ബോസിലേക്ക് ഗസ്റ്റായി പോയിട്ടില്ല, അതിനുള്ള ഉത്തരം കൂടി നീ പറയണം. ഓക്കെ, പൊന്നുമക്കളെ, ഏറ്റവും അവസാനമായിട്ട് ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ സൈഡിൽ വെച്ച് തരാം. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, നീ ഇതായിരിക്കണം തിരിച്ചു വരുന്നേരെ കരുത്തില്. അതും എന്റെ പൊന്നു മോളാണ്, നല്ല മനസ്സോടെ ഒരു മോളെ
ഇത് ഞാൻ എടുക്കും. എന്തിനാണ് ബ്രോ ഈ വീഡിയോസ് ഒക്കെ ഇപ്പോൾ വെക്കുന്നത്? വെക്കണം. ഇവർ രണ്ടുപേരും പിരിയുന്ന സമയത്ത് ഇവർ മുമ്പ് എങ്ങനെയായിരുന്നു അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. പൊന്നുമക്കളെ, ജാസ്മിൻ്റെ ഉപ്പ ജാഫർ ഭായ് എന്തുമാത്രം ഈ ജാസ്മിൻ കാരണം എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ജാസ്മിൻ കാരണം ജാസ്മിൻ്റെ ഉപ്പയുടെ പേര് പള്ളിയിൽ നിന്ന് പോലും എടുത്തു എന്ന വാർത്ത നിങ്ങളൊക്കെ കേട്ടതാണ്. എൻ്റെ മകളുടെ പോക്ക് ശരിയല്ല എന്ന് ജാഫർ ഭായിക്ക് അറിഞ്ഞതുകൊണ്ട് ബിഗ് ബോസിലേക്ക് ജാഫർ ഭായി പോയിട്ട് അവിടെ ജാസ്മിനോട് പറയുകയാണ്, മോളെ ഗബ്രിയുമായിട്ടുള്ള കൂട്ടുനിന്ന് നിർത്തണമെന്ന് ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറുകയാണ് ജാഫർ ഭായ്. അങ്ങനെയൊക്കെ എൻ്റെ മകള് നല്ല നിലക്കല്ല പോകുന്നതെന്ന് ജാഫർ ഭായിക്ക് അറിഞ്ഞതുകൊണ്ട് ജാഫർ ഭായി അദ്ദേഹം ഒരു ഉപ്പയാണല്ലോ, ഒരു ഉപ്പക്ക് മകൾ നശിച്ചു പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഈ ജാഫർ ഭായി ചെയ്തതാണ്. ഓക്കെ, ആരാണ് ജാസ്മിൻ ജാഫറിനെ കുറിച്ച് ഒന്നും അറിയാത്ത ചിലർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം ഞാൻ പറയുകയാണ്. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് അഫ്സൽ എന്ന് പറയുന്ന ചെക്കനുമായി എൻഗേജ്മെന്റ് ചെയ്തിട്ടാണ് ജാസ്മിൻ പോയത്. അതായത് ബിഗ് ബോസിൽ നിന്ന് ജാസ്മിൻ എപ്പോൾ പുറത്തു വരുന്നു, അതിനുശേഷം ഞാനും അഫ്സലുമായി കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതും. ജാസ്മിനെ ബിഗ് ബോസിലേക്ക് പോകാൻ എന്തൊക്കെ ചെലവുണ്ട്, ഡ്രസ്സിന്റെ പൈസ, ബാക്കിയുള്ള എല്ലാ ചെലവും ഈ അഫ്സൽ എന്ന് പറയുന്ന പയ്യനാണ് വഹിച്ചത്. എൻ്റെ കാമുകി, എൻ്റെ വൈഫ് ബിഗ് ബോസ് വിന്നർ ആവണമെന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരാളാണ് ഈ അഫ്സൽ. അവിടെ ബിഗ് ബോസിനുള്ളിൽ ഈ ഗബ്രിയെ കാണുമ്പോൾ ഈ അഫ്സലിനെ ജാസ്മിൻ മറക്കുകയാണ്. ഓക്കെ, ഈ അഫ്സലിനെ ജാസ്മിൻ വെറുക്കുകയാണ്. എനിക്ക് ഗബ്രി മതി എന്ന് ഈ ജാസ്മിൻ ചിന്തിക്കണമെങ്കിൽ ഒരുത്തനെ കാണുമ്പോൾ സ്നേഹം വാരിക്കൊടുത്ത അഫ്സലിനെ ഈ ജാസ്മിൻ മറക്കണമെങ്കിൽ പൊന്നുമക്കളെ എന്തുമാത്രം ദുഷിച്ച മനസ്സാണ് ജാസ്മിൻ്റെ. അതുകൊണ്ട് അഫ്സൽ എന്ത് വിചാരിക്കും? ഞാനും ഗബ്രിയും ബ്രേക്കപ്പ് ആയ വിവരം അഫ്സലിന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം അഫ്സൽ വിചാരിക്കും? സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം വിമർശനം എനിക്ക് വരും. അതുകൊണ്ട് ജാസ്മിൻ ഈ കാര്യങ്ങളൊക്കെ, ഈ ഗബ്രിയെ അൺഫോളോ ചെയ്തതും ഗബ്രി ബ്രേക്കപ്പ് ആയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് കരയുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ചെയ്ത് വരാം. ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുന്നു. ഓക്കെ, ബൈ.